ഹലോ, ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഞാൻ ഉള്ളിയും കറുവപ്പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഗ്രീൻ പീസും വഴറ്റുന്നുണ്ട് നെയ്യിൽ. പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുതിർത്ത് വെച്ച അരി ഒരു 10 മിനിറ്റ് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഇളക്കാം. നമുക്കൊരു കിലുങ്ങുന്ന ശബ്ദം പോലത്തെ ഒരു ശബ്ദം കേൾക്കും, അതുവരെ ഇളക്കണം. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ 1 കപ്പ് അരി എടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായി ഇളക്കി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് ഒഴിക്കണം. ഞാൻ ഒരു മീഡിയം സൈസ് ലെമൺ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇതിനനുസരിച്ച് ഉപ്പിടണം. വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഒന്ന് ഏറി നിൽക്കണം, എന്നാലേ ചോറിക്ക് കറക്റ്റ് ഉപ്പ് പിടിക്കുള്ളൂ. ഞാൻ എൻ്റെ ഒരു അളവിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊരു പ്ലേറ്റ് വെച്ച് അടച്ചിട്ട് ഒരു വെയിറ്റും കൂടെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റ് ഒരു 7 to 10 മിനിറ്റ്സ് മതി. അപ്പോഴേക്ക് അടുക്കള നന്നായി വൃത്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാതും ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? പിന്നെ ചോറിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല കൂട്ടാണ്. ഈ ഒരു ഉള്ളി നമ്മളൊരു 1 to 2 hour മുന്നേ റെഡിയാക്കി വെക്കണം. ഇതിൽ സവാള, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ തക്കാളി, പിന്നെ നമുക്ക് വേണ്ട മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അതേപോലെ ചില്ലി പൗഡർ. ഇത് നന്നായി കൈകൊണ്ട് ഞെരടിയിട്ട് വേണം നമ്മൾ എടുത്ത് വെക്കാൻ. അങ്ങനെ ചിക്കൻ ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചോറ് അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇലകളും നട്ട്സും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെക്കാം. അപ്പോഴേക്കും ചിക്കൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓരോ ലെയറായിട്ട് ചിക്കനും ബിരിയാണിയും കൂടെ ദം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ഉച്ചയ്ക്കുള്ള നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കൂടെ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കി. താങ്ക് യു.